ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹാക്ക്. ഐ ആം റിസ്വാൻ റംസാൻ അഹമ്മദ്. ഇത് നമ്മുടെ യൂട്യൂബ് മാർക്കറ്റിംഗ് സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ്. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പോവാണ്. മറ്റൊന്നുമല്ല, ചില സമയത്ത് നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് കാണുന്നതിനിടയിൽ ഇങ്ങനെ കുറെ ചാപ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കുറെ ബ്ലോക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയാണ് ഇങ്ങനെ ആൾക്കാർ ഇവിടെ ഈ ബ്ലോക്ക് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? മറ്റൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രോസസ്സാണ്. എങ്ങനെ ചെയ്യാന്നുള്ളത് ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഈ സംഭവത്തെ നമ്മൾ ടൈം സ്റ്റാമ്പ്സ് എന്ന് വിളിക്കും, അല്ലാണ്ട് ഇവൻ ചാപ്റ്റേഴ്സ് എന്ന് വേണം നമ്മൾ വിളിക്കാം. സോ ജനറലി ഈ ചാപ്റ്റേഴ്സുള്ള വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റേഴ്സിന് ബേസ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം അവിടെ കാണുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ടൈം തൊട്ടിട്ട് എന്ത് ചെയ്യാം, കാണാനായിട്ട് സാധിക്കും. റൈറ്റ്? ഇതല്ലാതെ വേറൊരു ഉപകാരം കൂടി ഉണ്ട്. യൂട്യൂബ് ഒരു സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ കീവേഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനും ഈ ടൈം സ്റ്റാമ്പ്സ് എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. സോ ലെറ്റ്സ് നിങ്ങളുടെ വീഡിയോ ഒരു 5 മിനിറ്റിന്റെ വീഡിയോ ആണ്. ഈ 5 മിനിറ്റിന്റെ വീഡിയോയിൽ ഓരോ മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ചാപ്റ്റർ ആയിട്ട് മാറ്റണം. സോ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിലേക്ക് വന്നിട്ട് 0:00 കൊടുത്തിട്ട് അവിടെ ഇൻട്രോ എന്നോ സ്റ്റാർട്ടിംഗ് എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് 1:00, അതായത് നിങ്ങൾക്ക് ഏത് ടൈമിലാണോ ചാപ്റ്റർ ആയിട്ട് പുതിയൊരു സെഗ്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അവിടെ ആ ടൈം കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യാം, ഒരു ഡിസ്ക്രിപ്ഷനോ ഒരു ചെറിയൊരു ലൈൻ എന്തെങ്കിലും കൊടുക്കുക. ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക. എന്നിട്ട് 2:00 കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റ് ഒരു ചാപ്റ്റർ കിട്ടി. ഇനി 3.5 മിനിറ്റിനാണ് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 3:30, അതായത് 3.5 മിനിറ്റിന്റെ ടൈം അവിടെ കൊടുത്തിട്ട് ചാപ്റ്റർ 4 ചാപ്റ്റർ 3 എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അവിടെ ചാപ്റ്റേഴ്സ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏത് പെർട്ടിക്കുലർ ടൈമിലാണ് അല്ലെങ്കിൽ ഏത് പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിലാണ് നിങ്ങൾക്ക് ആ പുതിയ ചാപ്റ്റർ അല്ലെങ്കിൽ പുതിയൊരു ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ആൾക്കാരിലേക്ക് കൊടുക്കണ്ടേ, അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഡിസ്ക്രിപ്ഷനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് അതൊരു ചാപ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ടൈം സ്റ്റാമ്പ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോസിലും ആൾക്കാർക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് അതേപോലെ ടൈം സ്റ്റാമ്പ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് എവിടെ യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കലി നിങ്ങൾക്ക് കീവേഡ്സ് ഒരുപാട് സ്റ്റഫ് ചെയ്ത പോലെ ഫീൽ ആകാതെ വളരെ ബെറ്റർ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും സാധിക്കും. മാത്രമല്ല, നിങ്ങളുടെ ഓഡിയൻസിന് കുറച്ചുകൂടെ അവർക്ക് പോകുന്ന ടോപ്പിക്സ് വലിയ ലെങ്തി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്തിട്ട് കാണാനുള്ളൊരു പ്രിഫറൻസ് കൂടെ നിങ്ങൾക്ക് അവിടെ കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാനായിട്ടും പറ്റും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ. If so, subscribe to the channel, and until we see next time, just stay tuned, take care, and zero preachers.